എമ്പുരാൻ ലൂസിഫർ 2 ഇന്ന് റിലീസാണ്. പുലർച്ചെ ഷോകൾ പോയി കണ്ടിട്ടുണ്ടാവും. ഞാൻ കാലത്താണ് കണ്ടത്, ഫാമിലി ആയിട്ടാണ് പോയി കണ്ടത്. അപ്പോൾ അത് കാരണമാണ് കാലത്ത് കണ്ടത്. പിന്നെ ഇപ്പോൾ റിവ്യൂ ചെയ്യണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ വേറെ പരിപാടികളായി പോയത് കൊണ്ടാണ് ഇപ്പോൾ റിവ്യൂ ചെയ്യണത്. ഇതിപ്പോൾ തന്നെ റിവ്യൂ ചെയ്ത് ഇപ്പോൾ തന്നെ അപ്ലോഡ് ചെയ്യണതാണ്. പടത്തിനെ കുറിച്ച് ഫസ്റ്റ് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പൃഥ്വിരാജ് സുകുമാരൻ, അത് ആൾക്കിപ്പോൾ എന്താ പറയേണ്ടതെന്ന് എനിക്കറിയില്ല. കാരണം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട നമ്മുടെ ഇൻഡസ്ട്രിയിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ആളാണ്. പൊരിച്ചുണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ എടുത്ത് പറയണത് മേക്കിങ് പറയേണ്ടത്. അയ്യോ, സിനിമോഗ്രാഫിക്ക് വേറെ ലെവല. സിനിമോഗ്രാഫിനെ ഭംഗിയാക്കണ രീതിയിലുള്ള ലൊക്കേഷൻസ് ആണ് ആൾ ക്രിയേറ്റ് ഉള്ളത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ പല പല സ്ഥലങ്ങളിൽ ഒരു ഷൂട്ട് ചെയ്തിട്ടുണ്ട്. ഇതിപ്പോൾ നിങ്ങൾ കാണാൻ പോണവർക്ക് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. പല പല സ്ഥലങ്ങളിൽ പോയിട്ട് ഷൂട്ട് ചെയ്തിട്ടുള്ളതാണ്. ഇപ്പോൾ ഷൂട്ടിങ് തുടങ്ങിയ സമയത്ത് നമുക്കറിയായിരുന്നു, ഷെഡ്യൂളൊക്കെ ആയിട്ട് പോയിട്ടുള്ളതാണ്. പീക്ക് ലെവലാണ് സിനിമോഗ്രാഫി. ഒരു പക്ഷേ മലയാള സിനിമയെന്നും തമിഴ് സിനിമയെന്നും കമ്പയർ ചെയ്യല്ല, ഈ രണ്ട് ചെറിയ ഇൻഡസ്ട്രികളിൽ കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഇത്ര ക്വാളിറ്റിയുള്ള പടം ഇല്ല. അതിൽ നമുക്ക് അഭിമാനിക്കാം. പിന്നെ പടത്തിനെ കുറിച്ച് പറയാനാണെങ്കിൽ ചെറിയ ചെറിയ പോരായ്മകൾ ഈ പടത്തിനുണ്ട്. എനിക്ക് ഇഷ്ടമാവാത്ത കുറച്ച് കാര്യങ്ങളൊക്കെ ഈ പടത്തിലുണ്ട്. അതൊക്കെ എന്താണെന്ന് ഞാൻ പറയാം. എന്ന് കരുതി നിങ്ങൾക്ക് അങ്ങനെ ആവുമെന്നല്ല പറയണത്, ഞാൻ പൊട്ടപ്പാടാന്നല്ല പറയണത്. നല്ല പടമാണ്. പക്ഷെ കമ്പാരിറ്റീബിൾ നമ്മുടെ ലൂസിഫറിനെ വെച്ചിട്ട് നോക്കുകയാണെങ്കിൽ ബെറ്റർ എനിക്ക് ഇത് ആ ഒരു ഫുൾ പാക്കഡായിട്ട് എനിക്ക് നല്ല രീതിയിൽ ഫീൽ ചെയ്തിട്ടുള്ളത് ലൂസിഫറാണ്. ഈ പടത്തിനേക്കാളും എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുള്ളത്, കുറച്ചും കൂടി ഇഷ്ടമുള്ളത് ലൂസിഫറാണ്. ഓരോരുത്തർക്കും ഓരോ ചോയ്സാണ്. ഈ പടം ലൂസിഫറിനെ വെച്ചിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ബിഗ് പടമാണ്, ഭയങ്കര വലിയ സ്കെയിലുള്ള ഒരു പടമാണത്. പക്ഷേ കുറച്ച് പോരായ്മകളുള്ള സീനുകൾ എനിക്ക് തോന്നി. അതിൽ ഇപ്പോൾ ഉദാഹരണത്തിന് പറയാനാണെങ്കിൽ ചില ക്യാരക്ടേഴ്സിനൊന്നും വെറുതെ കൊണ്ടുവച്ചിട്ടുള്ള പോലെ എനിക്ക് ഫീൽ ചെയ്തു. ചിലർക്ക് ഇപ്പോൾ പഴയതിനെ വെച്ചിട്ട് ഇതിൽ കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഇതിൽ അവർക്കൊന്നും വലിയ പ്രാധാന്യം ഇല്ലാത്ത പോലെ ഫീൽ ചെയ്തു. അവരെ വെറുതെ കാണിക്കണ പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. എന്ന് വെച്ചാൽ ഇതിൽ കാണിച്ച സ്ഥിതിക്ക് ഇതിൽ കാണിക്കണമല്ലോ എന്ന് വെച്ചിട്ടാണ് ഉള്ള രീതിയിലാണ് എനിക്ക് തോന്നിയത്. പിന്നെ ക്ലൈമാക്സ് ഫൈറ്റ് എനിക്ക് അത്ര തൃപ്തിയായി തോന്നിയില്ല. കാരണം എനിക്കെന്തോ അത് വർക്കൗട്ടായിട്ട് തോന്നിയില്ല. ഭയങ്കരമായിട്ട് ഒരു ക്ലീശ പരിപാടിയായിട്ടാണ് തോന്നിയത്. ചിലപ്പോൾ ബാക്ക്ഗ്രൗണ്ട് സ്കോറിൻ്റെ ആവാം, അതല്ലെങ്കിൽ അത് എനിക്കറിയാം ഇങ്ങനെ ഇനി വരുള്ളൂ എന്ന് ചിലപ്പോൾ എനിക്ക് തോന്നിയത് കൊണ്ടാവാം, എനിക്കറിയില്ല. ഇതൊരു ഫുൾ മാസ് പക്ക ഒരു വലിയൊരു സംഭവമായിട്ടുള്ള പടമല്ല. ഇതൊരു ക്ലാസ് പടമാണ്. ആ ക്ലാസ് പടത്തിൽ നൈസ് മാസ് കാണിക്കുന്ന ഒരു പടമാണ്. മെയിനായിട്ട് സ്റ്റോറിയാണ് ഈ പടം. ഫസ്റ്റ് സ്റ്റോറി എന്ന് വെച്ചാൽ ലൂസിഫർ ആയാലും അതേപോലെ എമ്പുരാനായാലും സ്റ്റോറി ഭയങ്കര സ്ട്രോങ് ആണ്. പക്ഷേ ലൂസിഫറിനെ വെച്ചിട്ട് ഇതിൽ അത്ര പഞ്ച് ഡയലോഗുകളില്ല. അതെനിക്ക് ഭയങ്കരമായിട്ട് മിസ്സായി. കാരണം ഇത് സെക്കൻഡ് പാർട്ടാണെങ്കിൽ പോലും ഇത് ഈ പടത്തിൻ്റെ ഈ സ്റ്റോറിയുടെ തുടക്കമല്ല, ഈ സ്റ്റോറിയുടെ അവസാനമല്ല, ഈ സ്റ്റോറിയുടെ ഒരു മിഡിലാണ്. അപ്പം അതുകൊണ്ട് ഇങ്ങനെയാവും സ്ക്രീൻ പ്ലേ വരാം. ഇനി ചിലപ്പോൾ തേർഡ് വരുമ്പോഴാവും നമുക്കറിയാൻ പറ്റുള്ളൂ എങ്ങനെയാണ് കാര്യങ്ങൾ പോക്കുന്നൊക്കെ. പിന്നെ ഇതിൽ അഴിഞ്ഞാടിയിരിക്കണത് പറയണ്ട, നമ്മുടെ ലാലേട്ടൻ പൊരിച്ചുണ്ട്. സ്ക്രീൻ പ്രസൻസ് ഒക്കെ ഉണ്ടല്ലോ, മനുഷ്യൻ വന്നിട്ട് നിൽക്കുമ്പോണ്ടല്ലോ വെറുതെ കാണുമ്പോൾ എന്നെ കുളിര് വരും. ചോത്തി ലുക്കായിട്ടുണ്ട്. ഒരു ചോദ്യം ഇമ്പാക്റ്റ് കിട്ടും നമുക്ക് സ്ക്രീനിൽ കാണുമ്പോൾ. ഇങ്ങനെ ഇത്ര ഒരു ഈ അടുത്ത കാലത്ത് അല്ലെങ്കിൽ ഇങ്ങനെ ഞാൻ കണ്ടിട്ടില്ല. എന്തൊട്ടാ ഈ റോളിന് പറ്റിയ ശരിക്കും എബ്രാം ഖുറേഷി അങ്ങനെ പറയാം. അമ്മരി റോളുണ്ട്. കോസ്റ്റ്യൂമായാലും എല്ലാ ഡിപ്പാർട്ട്മെൻറ്റും 100% ഹാർഡ് വർക്ക് ചെയ്തിട്ടുള്ള സിനിമയാണ്. അത് ഈ സിനിമ നമുക്ക് കാണുമ്പോൾ മനസ്സിലാവും. വെറുതെ നിങ്ങൾക്ക് കണ്ടോ എനിക്കിങ്ങനെ ഒരു പടം എടുക്കണം എന്നുള്ള രീതിയിലല്ല ഈ പടം ചെയ്തേക്കണത്. നിങ്ങൾക്ക് ഈ പടം കാണുമ്പോൾ മുതലാവും. അങ്ങനെ ആത്മാർത്ഥതയിൽ ചെയ്തിട്ടുള്ള പടമാണ്. പിന്നെ ആളുടെ രണ്ടാമത്തെ പടമാണ് പൃഥ്വിരാജിൻ്റെ രണ്ടാമത്തെ പടമാണ്. ഒരിക്കലും പറയില്ല ആളുടെ രണ്ടാമത്തെ പടമാണ് ഇതെന്ന്. ഇത് ആളുടെ ഒരു 50ാമത്തെ പടമാവും എന്ന് വിചാരിക്കുള്ളൂ. അത്രയും പക്കയായിട്ട് ചെയ്തേക്കണം. അതെന്ന് വെച്ചാൽ അത് കഴിവാണ്. രണ്ടാമത്തെ പടം ഇത്ര ഗംഭീരമായിട്ട് ഒരു ഡയറക്ടറും ചെയ്തിട്ടില്ല എൻ്റെ അറിവിൽ. കാരണം കുറേ സാധനങ്ങൾ ഇതിൽ കൊണ്ടുവന്നുണ്ട്. ആളുടെ കണക്ഷൻസ് എന്തോരാന്ന് ഈ സിനിമ നമുക്ക് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും.
പിന്നെ കൂടുതലെടുത്ത് പറയാനില്ല, കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണുമ്പോൾ ഒരു സാധനം കിട്ടില്ല. പിന്നെ എന്ന് പറയുമ്പോൾ എല്ലാവരോടും പറയാനുള്ളത് പണ്ടാറ് വലിയ ഹൈപ്പ് സാധനമാണ്, വലിയൊരു സംഭവം ബ്രഹ്മാണ്ട ഒരു സാധനമാണെന്ന് വെച്ചിട്ട് പോയി കാണരുത് നിങ്ങൾ. ഒരു ക്ലാസ് പടം, നൈസ് ഒരു പടം, അങ്ങനത്തെ രീതിയിൽ പോയി കണ്ടാൽ മതി. ഇപ്പോൾ പൃഥ്വിരാജ് പറഞ്ഞതുപോലെ തന്നെ ഇതൊരു ചെറിയൊരു പടമാണ്, പക്ഷെ അതിന് ആ പടം എടുക്കാൻ ഇത്തിരി എക്സ്പെൻസീവായി, അങ്ങനെ മാത്രം കണ്ടാൽ മതി. ആള് പറഞ്ഞ് കറക്റ്റാണ്, ഇതൊരു ചെറിയൊരു പടമാണ്, വലിയൊരു സംഭവമില്ല. പക്ഷെ ആള് ഇതില് ആ ഒരു കഥ ആള് മേക്ക് ചെയ്തെടുത്തിരിക്കണത് നൈസായിട്ടുണ്ട്. ഫസ്റ്റ് ഹാഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്റർവെല് ബ്ലോക്കിന് കുറച്ച് മുമ്പ് ചെറിയൊരു ലാഗ് ഫീൽ ചെയ്യാം ചിലപ്പോ, ഉറപ്പില്ല. പിന്നെ ലാലേട്ടൻ്റെ ഇൻട്രോ മുട്ടണ്ട, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പടം തുടങ്ങി കഴിയണ വരെ ലാലേട്ടനെ കാണിക്കുന്ന സീനുകൾ മൊത്തം ഇൻട്രോ ആണ്. അങ്ങനെയാണ് ഇത് പാക്ക് ചെയ്തിരിക്കുന്നത്. പക്ഷെ ആ സീനുകൾ തന്നെ ഒരു 5-6 വട്ടം എനിക്ക് കണ്ടപ്പോ ഇത് മടുത്തു ചെറുതായിട്ട്. ഇത് എന്തിനെന്നെ വേണ്ടി ഇങ്ങനെ തന്നെ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിട്ട് കാണിക്കണമെന്ന് എനിക്കൊരു ഫീൽ ചെയ്തു. അത് എൻ്റെ പേഴ്സണൽ ആയിട്ടുള്ള ഒപ്പീനിയനാണ് പറയണത്. പിന്നെ ക്ലൈമാക്സിലത്തെ ഫൈറ്റ്, പിന്നെ എനിക്ക് നെഗറ്റീവ് സൈഡ് പോരായ്മയായിട്ട് എനിക്ക് പേഴ്സണലായിട്ട് തോന്നിയതാണ്, ഞാൻ പറയാൻ ആളല്ല എന്നാലും പറയാം. നൈറ്റ് ഫൈറ്റ് സീനുകൾ ഇതിൽ കാണിച്ചിട്ടുണ്ട്, അതിൽ ഓറഞ്ച് ഷെയ്ഡ് കയറിയിട്ടുണ്ട്. അതിൽ ഓറഞ്ച് ഷെയ്ഡ് കയറുമ്പോൾ ഇനിയിപ്പോൾ ഞാൻ കണ്ട തിയേറ്ററിൻ്റെ ആണോന്ന് എനിക്കറിയില്ല, ചെറിയ ഗ്രെയിൻസ് എനിക്ക് ഫീൽ ചെയ്തു. ചിലപ്പോൾ അത് ഫിൽട്ടർ ആയിരിക്കാം, അതല്ലെങ്കിൽ എനിക്കൊരു പക്ഷെ തോന്നുന്നു ഐഫോണിൽ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്ന ആ ഷോട്ടുകളായിരിക്കാം ഈ ഗ്രെയിൻസ് വന്നിട്ടുള്ളത്. കാരണം ഐഫോണിൽ ഷൂട്ട് ചെയ്യുമ്പോൾ ഭയങ്കര ലൈറ്റ് വേണം, പക്ഷെ നൈറ്റ് ഷോട്ടാണെങ്കിൽ ഇതേപോലെ ഗ്രെയിൻസ് വരും. അങ്ങനെ ആവാം, ഉറപ്പ് ഞാൻ പറയണില്ല. അങ്ങനെ 2-3 ചെറിയ ഷോട്ടുകളിൽ എനിക്ക് ഫീൽ ചെയ്തു. പിന്നെ ക്ലൈമാക്സ് ഒരു ഷോട്ടിൽ ചെറിയൊരു മിസ്റ്റേക്ക് എനിക്ക് തോന്നിയിട്ടുണ്ട്. അത് ഞാനിനി OTTയിൽ ഇറങ്ങിയിട്ട് അത് കൺഫേം ചെയ്യുകയാണെങ്കിൽ, ആരെങ്കിലും പറയണമെങ്കിൽ ഞാൻ അന്ന് നോക്കിയിട്ട് ഓക്കെ ആണെങ്കിൽ ഞാൻ അതിനെക്കുറിച്ച് പറയാം. ചെറിയൊരു എഡിറ്റിംഗ് മിസ്റ്റേക്ക് എനിക്ക് തോന്നിയിട്ടുണ്ട്, അത് ചിലപ്പോൾ എനിക്ക് തോന്നിയതാണോ എന്നറിയില്ല. ക്യാമറ ഡിപ്പാർട്ട്മെൻറ്റ് അടിപൊളിയായിട്ടുണ്ട്, പക്ഷെ കുറേ ഷോട്ടുകൾ നിങ്ങളിപ്പോൾ ട്രെയിലർ കണ്ടറിയാം, കുറേ കിട്ട് ഷോട്ടുകൾ ഇതിലെടുത്തിട്ടുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്യാമറ വേറെ ലെവലില്ല, സിനിമാറ്റോഗ്രാഫി ഒന്നും പറയാനില്ല. പക്ഷെ സ്റ്റെബിൽ ചെയ്തിട്ടുള്ളത് ഒരു പക്ഷേ ചെറുതായിട്ട് മനസ്സിലാവുന്നുണ്ട്, എനിക്ക് മനസ്സിലായി. അതിപ്പോൾ ഇനി അങ്ങനെ എഡിറ്റ് ചെയ്തത് കൊണ്ടാണോന്ന് അറിയില്ല. അത് ചില ഭാഗങ്ങളിൽ എനിക്ക് ചെറുതായിട്ട് ഫീൽ ചെയ്തത് ഇങ്ങനെ ചെറിയ കുഴപ്പങ്ങളാണ് ഉള്ളത്. പക്ഷെ ഇതൊന്നും നിങ്ങൾ കാര്യമാക്കണ്ട, ഇതൊക്കെ ഒരു മേക്കിംഗ് സൈഡ് ലെവലിലിരുന്ന് കാണുമ്പോൾ മാത്രം തോന്നണ കാര്യങ്ങളാണ്. അതല്ലാണ്ട് ഒരു വെറുതെ സിനിമ കണ്ട് ഭയങ്കരമായിട്ട് എന്താ പറയുക അതിൽ ലയിച്ചു പോകുന്ന ആൾക്കാർക്കൊക്കെ ഈ സിനിമ കണ്ട് ഇറങ്ങുമ്പോൾ എന്നെ ചിലപ്പോൾ തെറി പറയും, നീ എന്തിട്ടൊക്കെയാണ് പറഞ്ഞതെന്ന് ചോദിച്ചിട്ട്. കാരണം അവർക്ക് ഇതൊന്നും ഫീൽ ആവില്ല. എനിക്ക് പേഴ്സണലായിട്ട് ഫീൽ ആയിട്ടുള്ള കാര്യമാണ് പറഞ്ഞത്. ലൂസിഫർ ഓർ എമ്പുരാൻ ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ആദ്യം ലൂസിഫർ പറയുള്ളൂ, അത് കഴിഞ്ഞിട്ടാണ് ഞാൻ എമ്പുരാൻ പറയുള്ളൂ. കാരണം എനിക്ക് കുറച്ചും കൂടി കണക്റ്റ് ആയിട്ടുള്ളത്, ഇതിൽ കണക്റ്റ് ആയിട്ടില്ല എന്നല്ല പറയണത്, ഇതിൽ കൂടുതലും എന്താ പറയുക 2 ഭാഗങ്ങളായിട്ടാണ് കാണിച്ചിരിക്കുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നാട്ടിൽ നടക്കുന്ന കാര്യങ്ങളും പിന്നെ നമ്മുടെ ലാലേട്ടൻ്റെ പിന്നെ അവിടുന്ന് ഉണ്ടാവണ എന്ന് വെച്ചാൽ ഖുറേഷി അബ്രാമിൻ്റെ കാര്യങ്ങളൊക്കെയാണ് കാണിക്കുന്നത്. എന്ന് വെച്ചാൽ ഇപ്പോൾ കേരളത്തിലെ ഷോട്ടാണെങ്കിൽ പിന്നെ ചിലപ്പോൾ ലണ്ടനിലത്തെ ഷോട്ടാവും, പിന്നെ ചിലപ്പോൾ UK ഷോട്ടാവും, ഒന്നും പറയാൻ പറ്റില്ല. അങ്ങനെ കണക്റ്റ് ആവാത്ത രീതിയിലാണ് പോണത്. ലൂസിഫർ കാണാണ്ട് ഈ പടം കണ്ടു കഴിഞ്ഞാൽ ഒരു മുട്ടയും മനസ്സിലാവില്ല, അതുവരെ കാര്യം. അപ്പം അങ്ങനെ ഒരു രീതിയിലാണ് പടം പോണത്. പിന്നെ ഒന്നും പറയാനായിട്ടില്ല. എന്തായാലും നിങ്ങൾ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം പറയാം. എന്തായാലും ഇതൊരു നമ്മുടെ ഒരു വിജയമാണ്, നമ്മുടെ ഒരു അഭിമാനമാണ്. അപ്പോൾ ഇതാണ് നമുക്ക് പടത്തിനെ കുറിച്ച് പറയാനായിട്ട് കുറേ ഉണ്ട്, പക്ഷെ ഞാൻ അധികം വലിച്ചു നീട്ടുന്നില്ല, ഇപ്പം ഞാൻ കുറേ ആയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും പോയി കാണും. മറ്റൊരു വീഡിയോ വരുന്നതായിരിക്കും. ടേക്ക് കെയർ.